ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. കേസിന്റെ മെറിറ്റ് അറിയാതെ പ്രതിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച് സുപ്രീം കോടതി വ്യക്തമാക്കി. കെ രമയുടെ താളത്തിനൊത്ത് തുള്ളാനാകില്ലെന്ന വാദം ഉയർത്തുകയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ. എന്നാൽ പ്രതികളുമായി സർക്കാരിന്റെ ഒത്തുകളിയാണ് നടക്കുന്നതെന്ന് രമ കുറ്റപ്പെടുത്തി. ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ ഈ കെ രമയുടെ താളത്തിനനുസരിച്ച് സർക്കാരിന് തുള്ളാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം കോടതിയിൽ വ്യക്തമാക്കിയത്. കെ രമയുടെ അഭിഭാഷകൻ ഗാലറിക്ക് വേണ്ടിയാണ് കളിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസ്യത അദ്ദേഹം ചോദ്യം ചെയ്യുന്നതായും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PV ദിനേശ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരും ടി.പി. കേസിലെ കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുന്നു എന്ന കെ രമയുടെ അഭിഭാഷകന്റെ പരാമർശമാണ് സർക്കാർ അഭിഭാഷകനെ പ്രകോപിതനാക്കിയത്. കെ രമയുടെ അഭിഭാഷകന്റെ പരാമർശത്തെ ജ്യോതി ബാബുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകരും കോടതിയിൽ എതിർത്തു. എന്നാൽ ഇന്ന് ജ്യോതി ബാബുവിൻ്റെ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനമെടുത്തില്ല. ഇതൊരു കൊലപാതക കേസാണ് എന്നും അതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടതിന് ശേഷം മാത്രമേ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നും ജസ്റ്റിസ് സഞ്ജയ് കരോളിൻ്റെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. കേസിന്റെ രേഖകൾ ഹാജരാക്കാൻ നേരത്തെ വിചാരണ കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന് കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ ജ്യോതി ബാബുവിൻ്റെ അഭിഭാഷകർക്ക് രേഖകൾ ഹാജരാക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. രേഖകൾ ഹാജരാക്കിയതിന് ശേഷമാകും ജ്യോതി ബാബുവിൻ്റെ ജാമ്യ ഹർജി ഇനി കോടതി പരിഗണിക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് 20 വർഷത്തേക്ക് യാതൊരുവിധ റെമിഷൻസ് പാടില്ല എന്നുള്ളത്. അത് നിലനിൽക്കെയാണ് ഇപ്പോൾ ഇവർ ജാമ്യത്തിനൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എല്ലാവിധ ആനുകൂല്യങ്ങളും ടി.പി. കേസിലെ പ്രതികൾക്ക് മാത്രമാണ് നൽകി വരുന്നത്. അപ്പം അത് തന്നെ എന്ത് സന്ദേശമാണ് ഇവർ പൊതുസമൂഹത്തിന് നൽകുന്നത്? കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട ജ്യോതി ബാബുവിനെ ഹൈക്കോടതിയാണ് കുറ്റക്കാരനായി കണ്ടെത്തിയത്. തുടർന്ന് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജ്യോതി ബാബു ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.